വലിയ സന്തോഷത്തിലാണല്ലോ. ഞാൻ എപ്പോഴും സന്തോഷത്തിലല്ലേ മോളെ? എന്നും നിനക്കായി പാടാം. ഗുഡ് മോർണിംഗ് പ്രിയ. ഹേയ്, ഇന്നെന്താ ഇത്? നീ നേരത്തെ എത്തിയല്ലോ. സർപ്രൈസ്. ഏയ്, എന്താടി നല്ല ഹാപ്പി ആണല്ലോ. എന്താടി മോളെ കാര്യം? ഇവിടെ ഇപ്പൊ ഹാപ്പി ഞാനാണോ നീയാണോ? എന്റെ കാര്യം വിട്, അത് ഞാൻ പിന്നെ പറയാം. നിനക്ക് എന്താ സ്പെഷ്യല്? ഒന്നുമില്ലടി, ഇന്ന് സിക്ക് സ്കൂളില്ലായിരുന്നു, അപ്പൊ ജോലി ഇല്ലായിരുന്നു, നേരത്തെ വന്നു. നീ ഇതെന്താടി? ജോലി ഇല്ലെങ്കിൽ സമാധാനത്തില് നിന്റെ കാര്യത്തിന് വേണ്ടി കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നിനക്ക് വന്നോടെ. നേരത്തെ എത്തി ഇവരെന്താ ശമ്പളം കൂടി തരുമോ? ഇവളുടെ ഒരു കാര്യം. എന്താ ഇന്ന് മാഡത്തിന്റെ കണ്ണില് നല്ല പ്രകാശം ഉണ്ടല്ലോ. പ്രകാശമല്ല, അശോക. ഓഹോ, ഞാൻ ഇന്ന് അവരെ മീറ്റ് ചെയ്തല്ലോ. ഇന്നെന്താ രാവിലെ തന്നെ അദ്ദേഹത്തെ കണ്ടോ നീ? ആ, ഞങ്ങളുടെ ഏരിയയില് ഇന്ന് ഞാൻ പുതിയതായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സ്ഥലമില്ലേ, ആ ഏരിയയിൽ വെച്ചാ ഞങ്ങള് മീറ്റ് ചെയ്ത്. റാമിന്റെ ഏരിയ എന്ന് പറ. റാമിന്റെ വീടിന്റെ ഫ്രണ്ടിൽ നിന്നാ ഞാൻ അവരെ കണ്ടേ. എന്നിട്ട് എന്താ? രാമന് വേണ്ടി അണ്ണാൻ പോലും സേതു ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നേ. അതുപോലെ തന്നെ എന്റെ നമ്മുടെ ബോസിന്റെ ഇടയില് രാമനാ മോളെ അണ്ണാൻ. അവന്റെ കൂട്ടി ചെന്നിട്ട് ഞങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടേയിരിക്കും. പ്രിയ, മിന്നലേ മിന്നലേ താഴെ വരൂ. മതി, താഴേക്ക് വാ. നീ കളിയാക്കുവാണോ? നിന്റെ കളി കണ്ട ഈ മൊത്തം ഓഫീസ് നിന്നെ കളിയാക്കും പെണ്ണെ. ഞാൻ വളരെ സീരിയസ് ആടി. ഓക്കെ, എന്ത് കാര്യത്തിലാ നീ ഇപ്പൊ സീരിയസ് ആയിട്ടുള്ളെന്ന് പറ. ഞാൻ ബോസിനെ സത്യമായിട്ടും ഇഷ്ടപ്പെടുന്നുണ്ട്. എന്താ? ഇത് ശരിക്കും ലവ്. ഇത് ടൈം പാസ് ലവ് സ്റ്റോറി ഒന്നും അല്ല. ഹാർട്ടില് നല്ല സ്ട്രോങ് ആയിട്ട് പിടിച്ചിട്ടുണ്ട് കൊച്ചു കള്ളൻ. സോറി, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ബോസ് അല്ലേ, അവരാണ് എന്റെ ബോസിനൊരു റൈമിംഗ് വേർഡ് പറ. പീസ്. ബോസ്, അവരാണ് എന്റെ ലവർ. ഇതാണോ റൈമിംഗ് വേർഡ്? റൈമിംഗ് വേർഡ് ടൈം കളയും. ടൈമിംഗ് കറക്റ്റ് അല്ലേ? അത് മതി. സീത, നിനക്കൊരു കാര്യം അറിയോ? ഇത്രയും നാളും ഞാൻ എന്റെ ശതകോടീശ്വര രാജകുമാരനെ കുറിച്ച് ഒരുപാട് സ്വപ്നം കാണാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ ബോസിനെ കണ്ടു കഴിഞ്ഞപ്പോ അവരുടെ കയ്യിലുള്ള പൈസയോടല്ല, അവരോട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നു. ബോസ് ഓടിക്കാറിൽ വന്നാലും ഓട്ടോയിൽ വന്നു കഴിഞ്ഞാലും ഞാൻ എന്റെ മനസ്സ് അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞു. മനസ്സിന് ചിലപ്പോ വേദനയാവും, തയ്യാറായിക്കോ. അതെന്താടി നീ അങ്ങനെ പറഞ്ഞത്? ഞാൻ അപശകുനം പറയുകയാണെന്നൊക്കെ ചിലപ്പോ നിനക്ക് തോന്നും, പക്ഷേ നീ ചീത്ത പറഞ്ഞാലും കുഴപ്പമില്ലടി. അവരുടെ വീട് നീ കണ്ടതല്ലേ, അവർക്കും നിനക്കും. മതി, ഇനി നീ ഒന്നും പറയണ്ട. ഫ്രണ്ട് അല്ലേ ഞാൻ, ഇത് പറയേണ്ടത് എന്റെ കടമയല്ലേടി. നിന്റെ സ്നേഹം തെറ്റല്ല, പക്ഷെ അവരൊക്കെ വലിയ. നോക്ക്, നീ ഇത് മുളയിൽ നിന്നുള്ളണ്ട. ത്യാഗം ചെയ്യാനൊന്നും എനിക്ക് സൗകര്യമില്ല മോളെ. തട്ടിക്കൊണ്ട് പോയിട്ടാണെങ്കിലും ശരി, ഞാൻ അദ്ദേഹത്തെ തന്നെ കല്യാണം കഴിച്ചിരിക്കും. ഞാൻ ആരാണെന്ന് അറിയാലോ. ഏയ്, നിനക്ക് എന്തെങ്കിലും ഒന്ന് പോസിറ്റീവായിട്ട് പറഞ്ഞൂടെ? ഇത് വൺ സൈഡ് ലവാ മോളെ. ബോസിനും നിന്നോട് ഇഷ്ടം തോന്നണം, അതാണ് ഒരു ചലഞ്ച്. അത് നടന്നാ ഇപ്പൊ എന്താ? അദ്ദേഹത്തിന് എന്നോട് കൂടി ഇഷ്ടം തോന്നണം, അത്രയല്ലേ ഉള്ളൂ. തോന്നിയിരിക്കും, നോക്കിക്കോ. സീത, എന്നെ ബെളഗാവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെന്ന ഇമെയിൽ വന്നിരിക്കുന്നു. ചിലപ്പോ ആള് മാറുമല്ലോ വന്നതായിരിക്കും. ശരിക്കും നോക്ക്. ഏയ് ഇല്ല, ഇത് നോക്ക്. പ്രിയ, യു ബീയിങ് ട്രാൻസ്ഫർ ടു ബെളഗാവ് ബ്രാഞ്ച്. വിശ്വ വന്നല്ലോ,
ഫണ്ണ് പറഞ്ഞല്ലോ വിശ്വ വന്നല്ലോ, ആ ഫണ്ണ് പറഞ്ഞല്ലോ വിശ്വ വന്നല്ലോ. ഒരു മിനിറ്റ് ഞാൻ വന്നിട്ടില്ല, ഒരു മിനിറ്റ് സൈലന്റ് ആയിരിക്കണേ. ഹലോ, ഞാൻ അങ്ങോട്ട് വിളിച്ച കാര്യങ്ങൾ അറിയണോ? അല്ല ഭാർഗു, ഞാൻ അങ്ങോട്ട് വിളിച്ച് പറയാനിരിക്കായിരുന്നു. എന്തായി അവിടുത്തെ കാര്യം? ആകുന്നുണ്ട്. ആവുന്നുണ്ടെന്ന് പറഞ്ഞു? അതെ, ട്രാൻസ്ഫർ ആകുന്നുണ്ട് എന്നാണ് എനിക്ക് മെസ്സേജ് വന്നിട്ടുള്ളത്. ഇതെന്താ ഇങ്ങനെ? നീ അവിടെ എന്താ ചെയ്യുന്നേ? ഇമെയിൽ പോയിട്ടുണ്ട്, അതെനിക്ക് മെസ്സേജ് വന്നിരുന്നു. നീ എവിടെയുള്ള വിശ്വ? ഇവിടെ. ഇവിടെന്ന് വെച്ചാ ഓഫീസിൽ തന്നെയാണല്ലോ അല്ലേ? ഇല്ല, ഈ ഓഫീസിന്റെ കുറച്ച് പുറത്താണുള്ളത്. എന്റെ ഒരു വിധി. അവൾ ആ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നത് വരെ നീയും അവിടെ തന്നെ ഉണ്ടായിരിക്കണം വിശ്വ. ശരി ഭാർഗു, ഞാനിതാ പോവാണ് കേട്ടോ. നീ അവിടെ എത്തുന്നതിന് മുൻപ് ആ റാം എങ്ങാൻ അങ്ങോട്ട് പോയി കാര്യങ്ങൾ കുളമാക്കി കഴിഞ്ഞ അല്ല, കോടികൾ കൊണ്ടുപോയി നശിപ്പിച്ചപ്പോഴും ഇത്രയും ടെൻഷൻ വന്നിട്ടില്ല. ഒരു നോർമൽ എംപ്ലോയിയെ ട്രാൻസ്ഫർ ആക്കാൻ വേണ്ടി എന്തിനാണ് ഇത്രയും കിടന്ന് ടെൻഷൻ അടിക്കുന്നേ? ഏയ്, എന്താ എല്ലാരും ഇങ്ങനെ ചില്ലായിട്ടിരിക്കുന്നത്? നമുക്ക് ഓഫീസിനകത്ത് പോയിട്ട് ചില്ലാവാം. ഓക്കെ, കമാൺ. എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും, നീ ടെൻഷൻ ആവണ്ട. അത് മിസ്റ്റേക്ക് പറ്റിയതായിരുന്നെങ്കിൽ എന്റെ മെയിലിലേക്ക് വരുമായിരുന്നോ? അമ്പോ, ഇനി എന്തായാലും ഓഫീസിൽ സമാധാനം വരും. ഒരു വിക്കറ്റ് വീണല്ലോ പ്രിയ ബലഗാവിലേക്ക്. ഞാൻ നിന്നെ എന്താടാ ചെയ്തത്? നിന്റെ ജോലി എന്താണോ അത് മാത്രം ചെയ്താൽ മതി. ഇങ്ങനെ ചൊറിഞ്ഞോറിഞ്ഞ് നിൽക്കുന്നോടാ ഞാനും പറയുന്നേ, ഇവിടെ ഒറ്റൊരുത്തനും ശരിയല്ല. ടെൻഷൻ ആവല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്നാ ഞാൻ ഇവരെയൊക്കെ വിളിച്ചൊരു പാർട്ടി കൊടുക്കാം. ഇത്ര പെട്ടെന്നൊന്നും ട്രാൻസ്ഫർ ഒന്നും ചെയ്യാൻ കഴിയില്ലടി. യു ഡോണ്ട് വറി. പിന്നെ എങ്ങനെ എനിക്ക് ഇമെയിൽ വന്നേ? ഇതൊക്കെ നേരത്തെ ഇൻഫോം ചെയ്യേണ്ടതല്ലേ? അങ്ങനെയല്ലേ റൂൾസിൽ പറയുന്നത്? ബോസ് വരട്ടെ, അവരോട് സംസാരിച്ച് നോക്ക്. ബോസ് നിന്നോട് എന്തായാലും ക്ലോസ് അല്ലേ, അവരോടൊന്ന് സംസാരിക്കേ. സംസാരിക്കും. എന്റെ തലവിധി എന്താ ഇങ്ങനെയായത്? ഇന്ന് രാവിലെയല്ലേ ഞാൻ അവരോട് ഇവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യട്ടെ എന്ന് ചോദിച്ചത്. ഇപ്പൊ നോക്കുമ്പോ എന്നെ പിടിച്ച് ബെളഗാവിലേക്ക് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നു. നേരം വെളുക്കുന്നോട്ട് പറയുന്നത് കള്ളം, കാണിക്കുന്നതാണെങ്കിൽ അഭിനയം. അത് തന്നെ ഞാൻ ഇന്നും ചെയ്യണമല്ലോ. വെറുതെ പെരുവിർക്കാടാ. കാണുന്നവർക്ക് എന്താ കരുതാ? ബോസിന്റെ മോന്തയ്ക്ക് കടന്നൽ കുത്തിന്ന് വിചാരിക്കില്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ബോസ് അല്ല, അത് നിങ്ങൾ സമ്മതിക്കുന്നില്ലല്ലോ. അപ്പൊ പിന്നെ കടന്നൽ കുത്തിയാലെന്താ, ചിമ്പാൻസി ആയാലെന്താ? ആഹാ, എനിക്ക് പ്രാണവേദന, നിനക്ക് ചിരി അല്ലേ? എന്നുവെച്ചാ എന്നെ ചിരിപ്പിക്കാൻ വേണ്ടി എത്ര വേണേലും കഷ്ടപ്പെടുന്നൊക്കെ പറഞ്ഞ വെറുതെയാണ് കൂട്ടുകാരാ. ഒന്ന് പോടാ, വെറുതെ കളിക്കല്ലേ. നീ എന്താ ചെയ്യുന്നേ? വിശ്വമാമ ഇടയ്ക്ക് ഓഫീസിൽ വന്നും പോയൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. വീട്ടിൽ നിന്ന് ആരെങ്കിലും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ പ്രോബ്ലം ആകും. ഞാൻ ഇവിടെ ഇല്ലേ, ഒന്നും സംഭവിക്കില്ല. നീ അത് വിട്ടെ. എടാ വേണ്ടടാ. ഇടാൻ അറ്റ്ലീസ്റ്റ് ഞാൻ സീതയോട് എല്ലാം തുറന്നു പറയുന്നവരെ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്യ് പ്ലീസ്. എന്ത് പറയുന്നത് വരെ? നോക്കിയേ, ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതാവുന്ന എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. ആദ്യം ഒന്ന് പോയി സംസാരിക്കടാ. നിലവില് ഈ മൊത്തം പ്രപഞ്ചത്തിൽ ഏറ്റവും ഭാരമുള്ള വസ്തു ഏതാണെന്നറിയോ? ഈ കോട്ട. ഓക്കെ, വാ വാ. 1-2 ദിവസം മുമ്പെങ്കിലും ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ? വീടിന്റെ അഡ്വാൻസ് ഇപ്പൊ കൊടുത്തതേ ഉള്ളൂ. ഓൺലൈനിൽ ഓഫർ കണ്ടപ്പോ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുകയും ചെയ്തു. അത് ഓരോന്നായിട്ട് വന്ന് നിറയുന്നതിന് മുമ്പേ എന്നെ ബെളഗാവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പ്രിയ, ബലഗാവ് നല്ല സ്ഥലമാ. വേണ്ടട്ടോ. ബോസ് വന്നിട്ട് പോയി സംസാരിക്കെന്ന് പറഞ്ഞതല്ലേ? സംസാരിക്കാൻ ഞാൻ എന്തായാലും വെറുതെ വിടില്ല. ശബ്ദം ഉയർത്തിയൊന്നും സംസാരിക്കരുത്. ഇത് ഓഫീസാണ്, അദ്ദേഹം നമ്മുടെ ബോസാണ്, അത് ഓർത്തോണം. അതെ പ്രിയേ. എന്താ? ഒന്നുമില്ല. എന്താന്ന് പറ. ഒന്നുമില്ല, വിട്. നീ അദ്ദേഹത്തിന്റെ പുറകെ നടക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടാവാതെ അദ്ദേഹം എന്തെങ്കിലും... സീത, ഐ കാണ്ട്. എല്ലാ രീതിയിലും ചിന്തിച്ചു നോക്കുന്നത് നല്ലതല്ലേ? നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പറ, ഞാൻ പോയി സംസാരിച്ച് നോക്കാം. അവരോടുള്ള പ്രേമവും ഒക്കെ പ്ലീസ് ഒഴിവാക്ക്. ലവും ട്രാൻസ്ഫറും തമ്മിൽ നീ കണക്ട് ചെയ്യണ്ട. ഞാനല്ല, അവരെന്തെങ്കിലും ചെയ്ത് കാണുമെന്നാ ഞാൻ ഈ ചോദിക്കുന്നേ. അവര് നമ്മുടെ മുതലാളിയാ മോളെ. അവര് വിചാരിച്ച
നമുക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കും. നമ്മുടെ കാര്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കണ്ടേ? വാട്ട് ഈസ് ഹാപ്പനിങ്? ഗുഡ് മോർണിംഗ് സർ. ഓഫീസ് ടൈമില് ഡ്യൂട്ടി ചെയ്യാതെ എന്താ വർത്തമാനം പറഞ്ഞോണ്ടിരിക്കുന്നേ? എന്താ ഇവിടെ നടക്കുന്നേ? സർ, ബോസിനെ കാണണമായിരുന്നു, ഒന്ന് സംസാരിക്കണമായിരുന്നു സർ. ആരെ? ബോസിനെ. ആരെ? ബോസ് എന്ന് പറഞ്ഞ് കേട്ടില്ലേ? ആ കൃഷ്ണപ്പ ഫോൺ ചെയ്യുമെന്ന് കരുതി, ചെയ്തതുമില്ല. മുത്തശ്ശ, ഇത് കേട്ടിട്ട് മ്യൂസിക് പോലെയില്ലേ? ഏതാ സിഹിമോളെ? ഇത് ഓ, അതെ, കുക്കർ കുറെ നേരമായിട്ടും ഫിസിലടിക്കുന്നില്ലല്ലോ. ഗ്യാസ്കറ്റ് കംപ്ലൈന്റ് ആണെന്ന് തോന്നുന്നു. അതൊന്ന് മാറ്റിയിട്ട് കൊണ്ടുവരണേ. ഈ അടുത്തല്ലേ അത് മാറ്റിയിട്ട് വന്നത്? ഈ അടുത്താന്നോ? എന്തൊരു മറവിയാ. കൊറോണയുടെ സമയത്ത് അങ്ങോട്ട് നന്നാക്കിയതാ. പോയി അതൊന്ന് മാറ്റി കൊണ്ടുവാ. മുത്തശ്ശ, ഞാനും വരട്ടെ? വേണ്ട മോളെ, വെയിലാ. മുത്തശ്ശി, അവള് വരട്ടെ. കുട്ടികളെ പ്രായത്തിലെ മഴയത്തും വെയിലത്തും കാറ്റത്തും ഒക്കെ കളിക്കണമെന്നേ. ഓ, എന്നിട്ട് സുഖമില്ലാതായാലോ? വീട്ടിൽ തന്നെ ഇരുന്നാ ബോറടിക്കും. പോയിട്ട് വരാം. ശരി, ആദ്യം പാല് കുടിക്കേ. എന്താ ഇത്? ഇത്ര വേഗം കുടിക്കുന്ന എന്തിനാ? ചൂടുള്ള പാലാ. ഇതിപ്പോ തെന്നാലി രാമന്റെ പൂച്ചക്കഥ പോലെയുണ്ട്. തെന്നാലി രാമനോ? രാമന് വേറെ പേരും കൂടി ഉണ്ടായിരുന്നോ? അതെ, വേറെ രാമന മോനെ, ഭഗവാൻ രാമനല്ല. അവരുടെ അടുത്ത് പൂച്ചയുണ്ടോ? അതൊരു വലിയ കഥയാ. വാ, നമുക്ക് നടന്നു നടന്നു പറയാം. അതെ, അവിടെ രണ്ടാമത്തെ ലൈനിലാ ഇത് നന്നാക്കുന്ന സ്ഥലം. ഓർമ്മയുണ്ടല്ലോ? ആ, എനിക്കറിയാന്നേ. ആ, ദൈവത്തിനറിയാം. നേരെ പോയി നേരെ ഇങ്ങ് വന്നാ മതിയായിരുന്നു. സർ, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സർ, അതുകൊണ്ടാ. ഞാനാണ് ബോസ്. എന്നേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണോ? ആ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്തുപറ്റി? സർ, എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കണമായിരുന്നു. എന്താ കാര്യം? സർ, കണ്ടോ, പ്രിയക്ക് ട്രാൻസ്ഫർ മെയിൽ വന്നുണ്ടോ? ബെൽഗാവിലേക്കാ സർ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നേ. സർ, ചോദിക്കാതെയും പറയാതെ ഇങ്ങനെ ചെയ്താൽ എങ്ങനെയാ സർ? ഇതിലെന്തോ മിസ്റ്റേക്ക് ഉണ്ട്. സർ, ഞാൻ എന്തെങ്കിലും നിങ്ങളോട് തെറ്റായിട്ട് ചെയ്തോ സർ? അതുകൊണ്ടാണോ എന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നേ? ചേച്ചേ, അങ്ങനെയൊന്നും ആയിരിക്കില്ല പ്രിയ. ഇക്കാര്യം ബോസ് പറഞ്ഞു കാണില്ല, അല്ലേ ബോസേ? ആ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ എം റിയലി സോറി സർ. ബട്ട് പ്ലീസ് ട്രാൻസ്ഫർ ചെയ്യരുത് സർ. എനിക്ക് ഇപ്പോഴും എവിടെയാ എങ്ങനെയാ പെരുമാറേണ്ടതെന്ന് ശരിക്കും അറിയാനിട്ടാ സർ. ഇനി ഞാനത് പഠിച്ചോളാം സർ. പ്ലീസ് സർ, പ്ലീസ്. ഓക്കെ, ഇങ്ങനെ ഇമോഷണൽ ആവേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഞാൻ മാനേജ്മെന്റിനോട് സംസാരിക്കാം. ഐ ക്യാൻ ഹെൽപ്പ് യു.
ശ്രദ്ധിച്ചു മോളെ, എന്താ ഇത്? നോക്കി നടക്കും മോളെ. എനിക്ക് ഒന്നും പറ്റിയില്ല മുത്തശ്ശി. പിടിക്കേ. മുത്തശ്ശ, പൂച്ചയുടെ കഥ പറ. നിനക്ക് വിജയനഗര സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായരെ അറിയോ? അറിയില്ല. വിജയനഗര എന്ന് പറയുന്നൊരു നാട്, ആ ശ്രീകൃഷ്ണദേവരായർ എന്ന് പറയുന്നൊരു രാജാവ്, ആ. അവരുടെ തലസ്ഥാനത്ത് ഭയങ്കര എലിശല്യം. അയ്യോ, രാജാവിനെ എലികൾ ശല്യം ചെയ്തോ? അതെ മോളെ, അന്ന് എലിവിഷം ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അപ്പൊ രാജാവ് എന്ത് പറഞ്ഞു വെച്ചാ, നാട്ടിലെല്ലാവരോടും പൂച്ചയെ വളർത്താൻ പറഞ്ഞു. എന്റെ പേരിൽ എന്തെങ്കിലും കംപ്ലൈന്റ് കൊടുക്കാനായിരിക്കോ? ബോസ്, വിശ്വസാറ് വരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചാലോ? സർ, ഒരു ഇമ്പോർട്ടന്റ് കോളാ. ഹലോ ഹലോ, ഹായ് 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 ഹായ്. എന്താ അശോക്, എന്തോ മാച്ച് നടക്കുന്നുണ്ടല്ലോ? പെട്ടെന്നൊരു ട്രാൻസ്ഫർ മെയിൽ അയച്ചത് എന്തിനാന്ന് ഇവര് ചോദിക്കുമായിരുന്നു. അയ്യോ പാവം. ഐ തിങ്ക് യു ക്യാൻ ഹെൽപ് ദം വിശ്വ മാമ. നീ? യെസ്. പ്രിയ, സർ, എനിക്ക് ഇപ്പോഴാ ഇമെയിൽ വന്നത് സർ. ഹാ, അതെങ്ങനെ ഇങ്ങനെ മെയിൽ വന്നാ ശരിയാവുക? സഡൻ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ പറ്റുമോ വിശ്വമാമ? എങ്ങനെയാണെന്ന് വെച്ചാ എല്ലാം ചെയ്യുന്നത് അവളാ, ആ ഭാർഗവി. ഞാനിതിനകത്ത് എന്ത് പറയാനാടാ? സർ, ഓഫീസിന്റെ അടുത്താകുമല്ലോ എന്ന് വിചാരിച്ച് അവള് വീട് ഷിഫ്റ്റ് ചെയ്തതാ. അഡ്വാൻസും പേ ചെയ്തിട്ടുണ്ട്. അവരോടൊന്ന് പറഞ്ഞിട്ടൊക്കെയല്ലേ സർ ട്രാൻസ്ഫർ ലെറ്റർ കൊടുക്കാറ്. ഇതിൽ എന്തോ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. പ്രിയ, പറയടി. ബാക്കിയുള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കുമല്ലോ. ഇപ്പൊ പറയ, എക്സ്പ്ലെയിൻ ചെയ്യ. നീ നീയാണോ പ്രിയ? യെസ് സർ, ഇത്രയും നേരമായിട്ട് ഞാൻ അത് തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഓ അല്ലല്ല, അപ്പൊ നീയോ? സീത സർ. ഓ ഓക്കെ 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 ഓക്കെ. അത് യൂഷ്വലി ഇത്തരം ഡിസിഷൻ ഒന്നും ഞാൻ എടുക്കാറില്ല. കമ്പനി ഡിസിഷനാ. അതിപ്പോ വേറെ ബ്രാഞ്ചിലും എംപ്ലോയീസിന്റെ ആവശ്യമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അതായിരിക്കും ഇവരെ എംപ്ലോയീസിനെ ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ കമ്പനിയാ, ഇത് നമ്മുടെ കമ്പനിയാ അല്ലേ? സോ ഇതിൽ എന്റെ ഇൻവോൾവ്മെന്റ് ഒന്നുമില്ല. ഐ ഹാവ് ഡൺ വാട്ട് ഹാസ് ടു ബി ഡൺ, ദാറ്റ്സ് ഓൾ. അപ്പോ സർ ഇത് അതായത് ഇത് നിനക്ക് തന്നെ വന്ന ട്രാൻസ്ഫർ ലെറ്റർ ആയിരിക്കും. അശോക്, ഹാൻഡിൽ ദിസ് നാ. സീത. പ്രിയ സർ. നീയോ? സീത സർ. സീത, പ്രിയ. ഓ ഭാർഗു, എന്തിനാണ് വെറുതെ ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കി കളയുന്ന? അശോക്,
ഞാനൊരു ചായ കുടിച്ചിട്ട് വരാം. ഏയ് ശരണ്ടി, എന്താ മാച്ചിലെ റഫറിയെ പോലെ നിൽക്കുന്നേ? അകത്ത് എന്തിനെ പറ്റിയാ സംസാരിക്കുന്നെന്ന് അറിയാൻ പറ്റുമോ സാറേ? ഞാൻ നിന്നോട് ഒരു ട്രാൻസ്ഫറിനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നോ? അതിനെ കുറിച്ചാണ് അകത്ത് സംസാരിച്ചത്. ഓ, നിങ്ങൾ പറഞ്ഞതുപോലെ അവരെ ഞാൻ ട്രാൻസ്ഫർ ആക്കിയിട്ടുണ്ട് സാർ. പക്ഷെ അവളാ ഞാൻ ബോസിനോട് സംസാരിച്ചോളാം, ബോസിനോട് സംസാരിച്ചോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. ആരോട്? ബോസിനോട് സാർ. ബോസാ? ആരാ ബോസ്? നിങ്ങളുള്ളപ്പോ നിങ്ങളാണല്ലോ ബോസ്. ഞാനില്ലെങ്കിൽ അവരായിരിക്കും സാർ. അവരെന്ന് വെച്ചാൽ പ്ലെയറിന്റെ പേര് പറ. മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് പ്ലെയറിന്റെ പേര് പറയണം. ശരി സാർ. നിങ്ങളുള്ളപ്പോ വിഷൻ സാറാണ് ബോസ്. നിങ്ങളില്ലാത്തപ്പോ അശോക് സാറാണ് ബോസ്.